ഉണ്ണി ബാലകൃഷ്ണൻ, അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പത്രസമ്മേളനത്തിലാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 100 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നീണ്ടു. അതിൽ 55 മിനിറ്റ് വയനാടാണെങ്കിലും ബാക്കിയുള്ളത് PV അൻവറിനും പാർട്ടിക്കുള്ളിൽ ഈ PV അൻവറിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഘടകങ്ങളിലെല്ലാം ചർച്ച ഉയർത്തിക്കൊണ്ടിരിക്കുന്നവർക്കുമുള്ള മറുപടിയായിട്ടാണ് ചിലർ കണക്കാക്കുന്നത്. വ്യക്തത വരുത്തിയോ? നോക്കൂ, ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായും നെഗറ്റീവായുമാണ് ഞാൻ ഈ വാർത്താ സമ്മേളനത്തെ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹം നേരത്തെ തന്നെ LDF-ൽ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഇത് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു വളരെ കൃത്യമായ വ്യക്തതയുണ്ട്. ഇനിയിപ്പോൾ DGPയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ എങ്ങനെയുള്ളൊരു റിപ്പോർട്ടായിരിക്കും DGP സമർപ്പിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുകൂടിയുള്ളൊരു സൂചന ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം എന്ന് പറയുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നീക്കമാണ്. 99% സമയത്തും ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2023 സെപ്റ്റംബർ 14 കഴിഞ്ഞ വർഷം ഇതേ മാസം, ഒരു വർഷം മുമ്പ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം പറയുന്നൊരു കാര്യം, 2016 പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ കഴിഞ്ഞ 7 വർഷം സംസ്ഥാനത്ത് 17 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 17 ലോക്കൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 22 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 22 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, എന്നാൽ 13 പേരെ തിരിച്ചെടുത്തു. നോക്കൂ, അത് 2023 സെപ്റ്റംബർ 14 കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി 9 പേര് ഇപ്പോൾ സർവീസിൽ തിരിച്ചു വന്നിട്ടുണ്ടാകും. എന്നാൽ താമർ ജെഫ്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അത് റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പിന്നാലെ നിന്നതുകൊണ്ട് ഒടുവിൽ CBI അന്വേഷണത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂരിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണങ്ങളും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ്. ഇവിടെ ഇപ്പോൾ DGP നടത്താൻ പോകുന്ന ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അജിത് കുമാറിനെ കുറിച്ച് എതിരഭിപ്രായമുണ്ട്, സൂപ്പർ DGP കളിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട് എങ്കിലും അദ്ദേഹവും വളരെ കൃത്യമായി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടായിരിക്കും നൽകുക എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ആ ആരോപണങ്ങളെ ഉന്നയിച്ച ആളുടെ വിശ്വാസ്യതയെന്ന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തില്ലേ? ഇപ്പം അദ്ദേഹത്തിന് കോൺഗ്രസ് പശ്ചാത്തലമാണ് എന്ന് പറയുന്നു, അല്ലേ? അദ്ദേഹം ധാർമ്മികത ലംഘിച്ചു എന്ന് പറയുന്നു. എങ്ങനെ ധാർമ്മികത ലംഘിച്ചു? സുജിത് ദാസിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകന് വിളിക്കുന്ന ഫോൺ ചോർത്തി നൽകുന്നത് വഴി അദ്ദേഹം ധാർമ്മികതയുടെ ലംഘനം നടത്തി എന്ന് പറയുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്താ? നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഈ സ്വർണ്ണവേട്ട നടത്തുന്നുണ്ട്. ആ സ്വർണ്ണവേട്ട നടത്തുന്നതിനെ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗവും ഈ ആരോപണത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഈ അന്വേഷണ സംഘത്തിന് നൽകുന്ന സൂചന എന്താണ്? ഈ പറയുന്ന ഈ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചാണ് ആ സൂചന നൽകുന്നത്. അതുകൊണ്ട് ഞാനൊരു അത്ഭുതവും പ്രതീക്ഷിക്കുന്നില്ല അരുണേ. ഈ പറയുന്ന DGPയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സുഖമായി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് ഈ ADGP അജിത് കുമാറും ഹൊസബുളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അദ്ദേഹം വരുത്തിയ വ്യക്തതയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ ദൗത്യവും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ, എൻ്റെ ദൂതനായിട്ടല്ല ഈ പറയുന്ന അജിത് കുമാർ ഹൊസബുളയെ കണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, അത് ഞാനിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർണ്ണക്കടത്ത് വിഷയം വീണ്ടും വന്ന സമയത്ത് ഈ സ്വപ്ന സുരേഷിൻ്റെ അടുക്കിലേക്ക് ഷാജ്കിറിനെ വിട്ടതാരായിരുന്നു? അതേപോലെ തന്നെ ആ സരിത്തിനെ പിടിച്ചതാരായിരുന്നു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലയോ അത് സ്വമേധയാ ചെയ്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നം എന്താണ്? അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ADGP അജിത് കുമാറും ഹൊസബളയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിൽ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവേണ്ടത്. അതൊരു അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ട കാര്യമല്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, RSSൽ പ്രവർത്തിക്കുന്ന ഒരു തടസ്സമില്ലല്ലോ ഉദ്യോഗസ്ഥർക്ക്. ഇപ്പോൾ അതൊരു സാംസ്കാരിക സംഘടനയായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല, വ്യക്തിപരമായി പോയി കാണാം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ സാങ്കേതികമായി ഈ അന്വേഷണമൊന്നും അജിത് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന് അദ്ദേഹം അക്ഷോഭ്യനായിട്ടുണ്ടെങ്കിൽ അത് P ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു. അതിന് അല്പം അക്ഷോഭ്യനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അവിടെ വളരെ എന്താ പറയുക, അസേർട്ടീവായിരുന്നു മുഖ്യമന്ത്രി. എന്താണ് അസേർട്ടീവായിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, P ശശിയെക്കുറിച്ച് ശക്തമായ ഒരു ആരോപണമാണല്ലോ ഇദ്ദേഹം ഉന്നയിച്ചത്, ആര്? PV അൻവർ ഉന്നയിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് 1.5 വർഷക്കാലം ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിന് മേൽ നിശബ്ദത പാലിച്ചു എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. 16 മാസക്കാലമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചു എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ വിവാദം. ആ ചോദ്യവും വന്നില്ല, അതിന് അദ്ദേഹം ഒരു മറുപടിയും വന്നില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തി, അല്ലേ? എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 16 മാസം മുമ്പ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ്
ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഗുണവുമായി, അതിൽ വിശദീകരിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഒരു വീഴ്ചയായി ഞാൻ കാണുന്നത്. പക്ഷേ അജിത് കുമാറിൻ്റെ കാര്യത്തിനകത്ത് രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. മാത്രവുമല്ല, അജിത് കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, പി ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞൊരു പ്രശ്നം എന്താ വെച്ചാൽ, അജിത്ത് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുക്കൽ എത്തിയിട്ടുണ്ടാവില്ല, അത് ശശി മുക്കിയിട്ടുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പി ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സംശയവും മുഖ്യമന്ത്രിക്കില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായി എല്ലാ കാര്യങ്ങളും എന്നെ ബ്രീഫ് ചെയ്യുന്ന ആൾ തന്നെയാണ്, എൻ്റെ ഓഫീസിലുള്ള വിശ്വസ്തനായിട്ടുള്ള ആളാണ് പി ശശി എന്ന് അദ്ദേഹം, അത് മാത്രമല്ല അദ്ദേഹം ശശിക്കെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും എന്താ ഉപയോഗിച്ച വാക്ക്, അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ്. വളരെ അസേർട്ടീവാണ്. ആ അസേർട്ട് ചെയ്യുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആ പാർട്ടിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങളിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പി ശശിയെ മുന്നിൽ നിർത്തി പിണറായി വിജയനെ ആക്രമിക്കുക എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. ആക്രമിക്കാനുള്ള ഒരു നീക്കം പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ളൂ. അതൊക്കെ ഒരർത്ഥത്തിൽ ഫലം കണ്ടിട്ടുണ്ടെന്നേ. കാരണം ഈ ബ്രാഞ്ച് സമ്മേളനം, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ശശിക്കെതിരായിട്ടൊക്കെയുള്ള ഇപ്പോഴത്തെ ഈ പറയുന്ന അൻവറിൻ്റെ ആരോപണങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അതിനെ അങ്ങ് സീൽ ചെയ്തിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. അതേസമയം നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അചഞ്ചലനാണ് ഞാൻ എന്ന കാര്യം വളരെ അസേർട്ടീവായി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, പാർട്ടിക്കൊരു സന്ദേശം കൊടുത്തു, ഇങ്ങോട്ടേക്ക് കളിക്കണ്ട. രണ്ട്, മുന്നണിക്കൊരു സന്ദേശം കൊടുത്തു, നിങ്ങൾ എത്ര തുള്ളിയാലും ഞാൻ ആ തീരുമാനം എടുക്കുക. മൂന്ന്, എന്നോടൊപ്പം നിൽക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. അത് അജിത് കുമാർ ആയാലും സംരക്ഷിക്കും, പി ശശി ആയാലും സംരക്ഷിക്കും. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും താൻ അചഞ്ചലനാണ്, അജയ്യനാണ് എന്ന് സംശയലേശമന്യേ സന്ദേശം നൽകിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. Meet the editors.